എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IU എക്സാമിൻ്റെ എഞ്ചിനീയറിംഗ് മാത്സിൽ വരുന്ന മൊഡ്യൂൾ 3 ആണ്. ഏകദേശം ഒരു 4 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതേപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് തിയറി ആയിരിക്കും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അതിൻ്റെ ടൈപ്സ് ഉണ്ട്, ഏകദേശം ഒരു 4 ടൈപ്സാണ് അതിൻ്റെ അകത്തുള്ള കേട്ടോ മെത്തേഡ്സിൽ. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ആ മെത്തേഡ് നമ്മൾ നോക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് y = f(x) ആണെങ്കിൽ എന്താണ്, എക്സും വൈയും എന്താണ്, വേരിയബിൾസ് ആണ് അല്ലേ. എക്സും വൈയും വേരിയബിൾസ് ആണ്. അതേപോലെ എക്സ് എന്താണ്, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. എന്താണ്, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതേപോലെ വൈ എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് അല്ലേ. വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മീനിങ് എന്താണ്, എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫങ്ഷനിൽ വരുന്ന വാല്യൂവിന് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അവിടെ എക്സിൻ്റെ വാല്യൂ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വൈയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും. ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്, വൈയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യണത് നമ്മുടെ എക്സിനെയാണ്. കാരണം എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും വൈക്ക് വാല്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആണെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഗ്രിയും പഠിച്ച് അതേപോലെ ഓർഡറും പഠിച്ചല്ലേ. അപ്പോൾ d²y/dx² പ്ലസ് dy/dx പ്ലസ് sin x = 0. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണ്, ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, d²y/dx² ആണല്ലേ. അതെന്താണ്, d⁻n y/dx n ആണ്. ഇവിടുത്തെ ഓർഡർ എന്താണ്, n ആണ്. n എത്രയാണ്, 2 ആണ്. അതിൻ്റെ പവർ എന്താണ്, അതിൻ്റെ പവറാണ് 1. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ്, ഇവിടുത്തെ ഡിഗ്രി 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞെന്ന് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. നമ്മൾ നോക്കാൻ പോകുന്നു ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം y = f(x). അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, എക്സും വൈയും എന്താണ്, വേരിയബിൾസ് ആണ്. എന്താണ്, എക്സും വൈയും വേരിയബിൾസ് ആണ്. എക്സ് എന്ത് വേരിയബിളാണ്, എക്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതേപോലെ വൈ എന്താണ്, വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. വൈ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്, വൈ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയാണ്. എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും വൈക്ക് അവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ രണ്ട് വേരിയബിൾസിനും ഒന്ന് ഇൻഡിപെൻഡൻറ്റും മറ്റൊന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലോട്ട് പോവാം. y = എന്താണ്, f(x) ആണ്. അപ്പോൾ നമുക്ക് നോക്കാം y² = 4ax. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, ഇതൊരു പരാബോളയുടെ ഇക്വേഷനാണ്. എന്താണ്, പരാബോളയുടെ ഇക്വേഷനാണ്. ഇവിടെ f(x) എന്താണ്, f(x) ആണ് 4x. y എന്താണ്, y² ആണ്. ഓക്കെ, അപ്പോൾ വേറൊരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. നമ്മുടെ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ളൊരു സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, x² + y² എന്തായിരിക്കും, r² ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരുന്നു എഴുതിയത്, y = f(x) ആണ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഏതായിരുന്നു, എക്സാമ്പിൾ നമ്മൾ എടുത്തത് y² = 4ax ആണ്. ഇതൊരു പരാബോളയുടെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ പറയുമ്പോൾ എന്താ നമ്മൾ പറയണത്, എക്സും വൈയും വേരിയബിൾസ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സും വൈയും എന്ത് തന്നെയാണ്, എക്സും വൈയും വേരിയബിൾസ് തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ കോൺസ്റ്റൻ്റ് എന്താണ്, 4ഉം 8ഉം ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ നേരത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ 2 ടൈപ്പ് പറഞ്ഞല്ലോ. അത് വേരിയബിൾസ് 2 ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ഉണ്ട്, ഡിപ്പെൻഡൻ്റ് ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് നമുക്ക് മെയിൻലി 2 ഉണ്ട്. എന്തൊക്കെ കോൺസ്റ്റൻ്റ് ഉള്ളത്? ഒന്നാമത്തതാണ് ഓർബിറ്ററി കോൺസ്റ്റൻറ്റ്. എന്താണ് ഓർബിറ്ററി കോൺസ്റ്റൻറ്റ്? അതേപോലെ ഫിക്സഡ് കോൺസ്റ്റൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർബിറ്ററി കോൺസ്റ്റൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എ ഉണ്ടല്ലോ, ഇവിടുത്തെ എ ആണ് ഓർബിറ്ററി കോൺസ്റ്റൻറ്റ്. ഫിക്സഡ് കോൺസ്റ്റൻറ്റ് എന്താണ്? 4 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ y² = 4ax ആണെങ്കിൽ 4 എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം 4ൻ്റെ വാല്യൂ നമ്മൾ മാറ്റണമെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കർവിൻ്റെ നേച്ചർ മാറിപ്പോവും. മനസ്സിലായ? ഇപ്പോൾ 4ന് പകരം നമ്മളിവിടെ ഒരു 5ax കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കർവ് പരാബോള ആയിരിക്കില്ല, അതിൽ വ്യത്യാസം വരും. പക്ഷേ എ എന്ന് പറയുന്ന ഓർബിറ്ററി കോൺസ്റ്റൻറ്റിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കർവിൻ്റെ നേച്ചറിന് മാറ്റം വരില്ല, പരാബോള തന്നെയായിരിക്കും. ചെറുതായിട്ട് സൈസിൽ അല്ലെങ്കിൽ ഷേപ്പിൽ ചെറിയൊരു മാറ്റം വരുമെന്നല്ലാതെ അതിൻ്റെ നേച്ചറിൽ വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് y² = 4ax. എക്സും വൈയും വേരിയബിളാണ്, 4ഉം എയും കോൺസ്റ്റൻ്റ് ആണ്. എ ഓർബിറ്ററി കോൺസ്റ്റൻറ്റും 4 ഫിക്സഡ് കോൺസ്റ്റൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് മാറ്റുന്നത്, അതായത് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ പ്രൊസീജിയർ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഓക്കെ, എഴുതിയതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ബോത്ത് സൈഡും ഓക്കെ LHSലും RHSലും ഡിഫറൻസിയേഷൻ ചെയ്യും. ഓക്കെ, ബോത്ത് സൈഡിലും എന്ത് ചെയ്യും? ഡിഫറൻസിയേഷൻ ചെയ്യും. അവിടെ ചെയ്യുന്ന ഡിഫറൻസിയേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ ഓർബിറ്ററി കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നമ്പറിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ y² = 4ax. ഇവിടുത്തെ ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്താണ്? a ആണ്. അത് എത്രയാണ്? അത് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ഒരൊറ്റ തവണ മാത്രം ഡിഫറൻസിയേഷൻ ബോത്ത് സൈഡിലും ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻസിയേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. y² എന്താണ്? 4ax ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? നമുക്കറിയാം x⁻n എന്താണ്? nx⁻n-1 ആണ്. എന്തിൽ? ഡിഫറൻസിയേഷൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 2y വരും അല്ലേ? അതായത് y² എന്തായിരിക്കും? 2y × 2 - 1, അതായത് 2y ആയിരിക്കും ഇതിന് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ ഇവിടെ ബാക്കിയുള്ളതൊരു y ആണ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് dy ആയിരിക്കും. ഈക്വൽ ടു 4a എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ അതേപോലെ മാറ്റി വെച്ച് ശേഷം ഇവിടെ ഉള്ളത് എന്താണ്? x ആണ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? dx എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് 2y dy = 4a dx എന്ന് കിട്ടി ഇല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഷോർട്ടാക്കിക്കൊണ്ടിരും. കാരണം ഇത്രയും വലിയൊരു ഇക്വേഷൻ ആയിരിക്കില്ല നമുക്കൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് ആ ഒരു വാല്യൂയിലോട്ട് നമുക്കിതിനെ കൊണ്ടുവരാം. അപ്പോൾ നമുക്കിതിനെ ഷോർട്ടാക്കി എടുക്കാം. ഈ 2ഉം ഈ 2 ഇവിടെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ എന്ത് കിട്ടും? 2a കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? y/2 dy = a dx എന്ന് കിട്ടും അല്ലേ? ഇനി ഈ dxനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ എന്ത് നമുക്ക് കിട്ടും? y/2 dy/dx = a എന്ന് കിട്ടും. a എന്താണ്? നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് a. ഓക്കെ, അപ്പോൾ ഈ a ഉണ്ടല്ലോ, ഈ a ഇത് നമ്മൾ ഇക്വേഷൻ 1ൻ്റെ അകത്ത് കൊടുക്കും. ഏതാണ് ഇക്വേഷൻ 1? നമ്മൾ ആദ്യം എഴുതിയില്ലേ, അതാണ് ഇക്വേഷൻ 1. അതിൻ്റെ അകത്ത് ഇത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? നമുക്ക് നോക്കാം. y² = 4ax ആണെങ്കിൽ y² = എന്തായിരിക്കും?
4 ഇൻറ്റു ഇവിടുത്തെ എ എന്താണ് y/2 dy/dx ഇൻറ്റു എക്സ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ ഷോർട്ടാക്കാം. ഇവിടെ y² ആണ്. y² എന്ന് പറയുമ്പോൾ എന്താണ് y ഇൻറ്റു y ആണ്, ഈക്വൽ ടു 4 ഇൻറ്റു y/2 dy/dx ഇൻറ്റു എക്സ് ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു വൈയും കട്ട് ചെയ്ത് കളയും, ഈ ഒരു 2ഉം ഈ ഒരു 4ഉം കട്ട് ചെയ്ത് 2 ആക്കി ഇടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, y ഈക്വൽ ടു 2x dy/dx എന്ന് കിട്ടും. ഈ എക്സ് നമ്മൾ ഇപ്പുറത്ത് കിടന്നു വെച്ചാണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, y മൈനസ് 2x dy/dx ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണ്, ഫസ്റ്റ് ഓർഡറാണ്. കാരണം d⁻n വാല്യൂ ഇവിടെ 1 ആണ്, അപ്പോൾ ഫസ്റ്റ് ഓർഡറാണ്. ഇതിൻ്റെ പവറാണ് എന്ത്, ഡിഗ്രി. അപ്പോൾ ഇവിടെ ഓർഡറും ഡിഗ്രിയും 1 ആണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങിയത്, y² ഈക്വൽ ടു 4ax. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, y മൈനസ് 2x ഇൻറ്റു dy/dx ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ത് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി അല്ലേ. ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തത്, ആ ഇക്വേഷനെ ഡിഫറൻസിയേഷൻ ചെയ്ത് ശേഷം ആ ഒരു വാല്യൂ നമ്മൾ മെയിൻ ഇക്വേഷനകത്ത് കൊടുത്ത് എന്നിട്ട് അതിനൊന്ന് കട്ടൊക്കെ ചെയ്ത് കളഞ്ഞിട്ട് y മൈനസ് 2x dy/dx ഈക്വൽ ടു 0 എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ എഴുതിയെടുത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 4 ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ABCD. ഇതിലൊന്നായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെഴുതാം, തന്നിരിക്കുന്ന ഇക്വേഷൻ അതേപോലെ എഴുതി വെക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുത്തെ ഓർബിറ്ററി കോൺസ്റ്റൻറ്റിൻ്റെ നമ്പർ എടുക്കും. അപ്പോൾ ഇവിടുത്തെ നമ്പർ എത്രയാണ്, A ഉണ്ട് B ഉണ്ട്, അപ്പോൾ ഇവിടുത്തെ നമ്പർ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 തവണ ഡിഫറൻസിയേഷൻ ഈ ഒരു ഇക്വേഷനകത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ AB ആണ് എന്ത്, AB ആണ് ഓർബിറ്ററി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ നമുക്ക് 2 തവണ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ചോദ്യത്തിൻ്റെ ഓപ്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ y" ഉണ്ട്, y' ഉണ്ട്. ഇതൊന്നുമില്ല, y" എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഡാഷ് ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് d²y/dx² ആയിരിക്കും. അതേപോലെ ഒറ്റ ഡാഷ് ആണെങ്കിൽ അവിടെ എന്താണ് പ്രത്യേകത, അവിടെ n1 ആയിരിക്കും. അപ്പോൾ dy/dx. ഓക്കെ, അതാണ് y"ഉം y' തമ്മിലുള്ള എന്ത് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഓർബിറ്ററി കോൺസ്റ്റൻറ്റ് 2 ആയതുകൊണ്ട് നമുക്ക് 2 തവണ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ തവണ നോക്കാം. അപ്പോൾ y' എന്നായിരിക്കും നമ്മൾ അതിനെ കൊടുക്കുന്നത്. y' എന്താണ്, y' എന്ന് പറയുന്നത് dy/dx തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കാം കേട്ടോ. അപ്പോൾ y' ഈക്വൽ ടു A എന്താണ്, A കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ നമുക്കതിനെ മാറ്റി നിർത്താം. dy/dx ഓഫ് cos x എന്താണ്, cos xൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് sin x. ഓക്കെ, പ്ലസ് B നമുക്ക് അതേപോലെ എഴുതാം, sin xൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് sin x cos x. sin x എന്തായിരിക്കും, cos xഉം cos xൻ്റെ എന്തായിരിക്കും മൈനസ് sin xഉം ആയിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു തവണ നമ്മൾ ഡെറിവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് കിട്ടി y' ഈക്വൽ ടു -a sin x പ്ലസ് b
കോസ് എക്സ് എന്ന് കിട്ടി. വൈ ഡാഷ് അല്ലേ, വൈ ഡാഷ് എന്താണ്, നമ്മൾ ഒറ്റ തവണ ഡെറിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ ഒരൊറ്റ തവണ ഡെറിവേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും ഡെറിവേറ്റ് ചെയ്യണം, കാരണം ഇവിടുത്തെ ഓർബിറ്ററി കോൺസ്റ്റൻറ്റ് എ ഉണ്ട് ബി ഉണ്ട്, വാല്യൂ 2 ആണ്. അപ്പോൾ എന്ത് കിട്ടും, വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് എ കോൺസ്റ്റൻറ്റ് അതേപോലെ ഇട്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്, പ്ലസ് ബി കോൺസ്റ്റൻറ്റ് അതേപോലെ ഇട്ട് കോസ് എക്സിൻ്റെ എന്താണ്, മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 തവണ ഡെറിവേറ്റ് ചെയ്ത്, നമ്മൾ ഈ 2 തവണ ഡെറിവേറ്റ് ചെയ്തിട്ട് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു ടേം അതേപോലെ ഒന്നും ഇല്ല, ഷോർട്ടാക്കിയാണ് ഇവിടെ കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ ഷോർട്ടാക്കണം. നമുക്ക് എങ്ങനെ ഷോർട്ടാക്കാം നോക്കാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും, വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു, ഇവിടെ 2 സ്ഥലത്തും മൈനസ് ഉണ്ട്, അപ്പോൾ ആ മൈനസ് നമുക്കൊന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന ടേം എന്താണെന്ന് പൊക്കത്ത് നോക്കി, അതല്ലേ നമുക്ക് തന്നിരിക്കുന്ന വൈ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് വൈ. അപ്പോൾ നമ്മൾ നേരെ ഇതിന് ഇപ്പുറത്തെടുക്കുമ്പോൾ എന്തായിരിക്കും, വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓർഡർ ഡിഗ്രി ഒന്ന് നോക്കാട്ടാ. ഇവിടുത്തെ ഓർഡർ എന്താണ്, ഡി ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്താണ്, വൈ തന്നെയാണ്, ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണ്, ഓർഡർ എന്ന് പറയുമ്പോൾ ഡി റേസ് ടു എൻ ആണ്, എൻ ഇവിടെ 2 ആണ്, അതിൻ്റെ പവർ എന്താണ്, 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ്, ഡിഗ്രി 1 ആണെന്നും പറയാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകട്ടാ. അതാണ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സിമ്പിളാണ്, പക്ഷേ സ്കിപ്പ് ചെയ്യാൻ തോന്നും. സ്കിപ്പ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവേ 2 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ സൊല്യൂഷനാണ് ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷനെ പറയുന്ന മറ്റൊരു പേരാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ. എന്താണ്, കംപ്ലീറ്റ് സൊല്യൂഷൻ. അപ്പോൾ രണ്ടാമത്തെ സൊല്യൂഷൻ എന്തായിരിക്കും, രണ്ടാമത്തെ സൊല്യൂഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ. എന്താണ്, പർട്ടിക്കുലർ സൊല്യൂഷൻ. സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് ജനറൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്, പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓർബിറ്ററി കോൺസ്റ്റൻറ്റിൻ്റെ ടേമിലാണ് എഴുതുന്നത്. ഓക്കെ, അതായത് സൊല്യൂഷൻ ഓഫ് ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഓർബിറ്ററി കോൺസ്റ്റൻറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതുന്നത് ഓർബിറ്ററി കോൺസ്റ്റൻറ്റിൻ്റെ ടേമിലാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായിരിക്കും, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ യൂസിങ് ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓർബിറ്ററി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, യൂസിങ് ബൗണ്ടറി കണ്ടീഷൻ ഫൈൻഡിങ് ദ ഓർബിറ്ററി കോൺസ്റ്റൻറ്റ് വാല്യൂസ്. ഓക്കെ, ജനറൽ കണ്ടീഷൻ ആകുമ്പോൾ, ജനറൽ സൊല്യൂഷൻ ആകുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഓർബിറ്ററി കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ, പർട്ടിക്കുലർ ആകുമ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അതാണ് സൊല്യൂഷൻ. വെറും സൊല്യൂഷൻ അല്ല, സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ്, സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. ഇതാണ് ഇതിൻ്റെ എന്ത് ഫോം, ജനറൽ ഫോം.
ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണ്? n=1. ഡിഗ്രി എന്താണ്? അതിൻ്റെ പവറാണ്. അതിൻ്റെ പവറും 1 ആണ്. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെത്തേഡ്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മെത്തേഡ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 മെത്തേഡ്സാണ് കേട്ടോ നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡാണ് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം. രണ്ടാമത്തെ മെത്തേഡാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്ത മെത്തേഡാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതേപോലെ അവസാനത്തെ മെത്തേഡാണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 4 മെത്തേഡ്സാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം, വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, അപ്പോൾ വേരിയബിൾ സെപ്പറേഷൻ ഫോം അല്ലെങ്കിൽ മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വേരിയബിൾ സെപ്പറബിൾ ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് മെത്തേഡിനെ നമ്മൾ എന്താ പറയുക? വേരിയബിൾ സെപ്പറബിൾ ഫോം. എന്തിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? വേരിയബിൾസിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ? വേരിയബിൾസിനെയാണ് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ അല്ലെങ്കിൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പ്രൊസീജിയർ നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ f(y) ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ f(y)യും dy(y)യും ഉണ്ടാവും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇത് LHSലെടുക്കും. അടുത്ത് എന്തായിരിക്കും? LHS ഉണ്ടെങ്കിൽ ഒരു RHSഉം വേണം, എന്നാലല്ല അത് ഈക്വൽ ആവുള്ളൂ. RHSൽ എന്തായിരിക്കും? g(x) ആയിരിക്കും, അതായത് dx ആയിരിക്കും. ഇവിടെ നമ്മൾ y ടേമും x ടേമിനെയും എന്ത് ചെയ്യും? 2 സ്ഥലത്താക്കി സെപ്പറേറ്റ് ചെയ്യും. LHSലും RHSലും മാറ്റി മാറ്റി നമ്മൾ വൈനെയും എക്സിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കും. വേരിയബിൾസിനെ, എക്സും വൈയും വേരിയബിൾ ആയതുകൊണ്ട് അതിനെ നമുക്ക് വേരിയബിൾ എന്ന് പറയാമല്ല. ആ വേരിയബിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വെറുതെ വെക്കുക. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വെറുതെ വെക്കല. സെപ്പറേറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? f(y) dy g(x) dx. ഇവിടെ വൈൻ്റെ ഫംഗ്ഷനാണ്, അതേപോലെ ഇവിടെ എക്സിൻ്റെ ഫംഗ്ഷനാണ്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? എന്നിട്ട് ഇതിന് ഇൻ്റഗ്രേറ്റ് അങ്ങനെ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിന് 2 സ്ഥലത്തും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും. ഇത്രയുള്ള സ്റ്റെപ്പ്. നമുക്കൊരു ഇക്വേഷൻ തരും. ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യും? എക്സും വൈയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ടൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് dy/dx = y/x. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ y ഇങ്ങോട്ട് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും വന്നത്? ഇത് നമ്മുടെ LHS ആണ്, ഇത് നമ്മുടെ RHS ആണ്. y ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1/y dy എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്? ഈ എക്സിനെ നമ്മൾ ഈ dxനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ എന്ത് കിട്ടും? 1/x dx. ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരാടാ. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? ഇൻ്റഗ്രേഷൻ്റെ ബേസിക്സൊക്കെ നമ്മൾ ഏകദേശം അറിഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് 1/x dx എന്താണ്? log x ആണ് അല്ലേ? 1/x dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് log x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? log y = log x പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് c എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സീനെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് log c എന്ന് എഴുതാം. ഓക്കെ, log y = log x പ്ലസ് log c. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കട്ടാ, log a പ്ലസ് log b എന്താണ്? log ab ആണ്. അതേപോലെ log a മൈനസ് log b എന്താണ്? log a/b ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് അല്ലേ കിടക്കണത്? പ്ലസ് കിടക്കുമ്പോൾ ഇവിടെ എന്ത് വരും? log xc എന്ന് വരും. ഇപ്പുറത്ത് എന്താ കിടക്കണത്? log y ആണ് കിടക്കണത്. അപ്പോൾ നമുക്ക് കിട്ടി log y = log xc. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലോഗുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ e⁻log x എടുക്കും. ഓക്കെ, അതായത് ലോഗുകളാണെന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? e⁻log x എന്താണ്? x ആണ്. അത് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ എന്ത് കിട്ടും?
ഇ റേസ് ടു ലോഗ് വൈ ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എക്സ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു രണ്ട് സൈഡിലും വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? നമുക്ക് കിട്ടും y ഈക്വൽ ടു എക്സ് സി, വിച്ച് ഇംപ്ലൈസ് വാട്ട്? y ഈക്വൽ ടു എക്സ് സി എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ ആൻസർ. വേരിയബിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഷോർട്ടാക്കി. ഇത്രയുള്ളത് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, എന്താ നമുക്ക് തന്നിട്ടുള്ളത്? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാൻ നേരത്ത് നമുക്കിതിന് എക്സും വൈയോട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ ഒരു എക്സും വൈയും കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഉണ്ടല്ലോ, നമുക്കത് അതേപോലെ എഴുതാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? ഒരു വൈ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുമല്ലേ? അപ്പോൾ നമുക്ക് ആ വൈ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് 1 പ്ലസ് എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 1 പ്ലസ് എക്സ് രണ്ട് സൈഡിലും കിടപ്പുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ നമുക്കിവിടെ 1 പ്ലസ് വൈ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് എക്സും വൈയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിതിനെ തിരിച്ച് എഴുതാം. നമ്മൾ പറഞ്ഞ പോലെ ഇത് LHS ആണ്, ഇത് RHS ആണ് അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? വൈനെ നമ്മൾ നേരെ ഇങ്ങനെ എടുക്കും. അതെന്താണ്? 1/1 പ്ലസ് വൈ ഡി വൈ ഈക്വൽ ടു എക്സിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 1 പ്ലസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ വൈ മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്ത് ടേമാണ്? ഇത് വേരിയബിൾ സെപ്പറേറ്റഡ് ഫോം വാല്യൂ ആണ് അല്ലേ? രണ്ട് സ്ഥലത്ത് നമ്മൾ എന്താണ് ചെയ്തത്? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈക്വൽ ആക്കി എടുത്ത്. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത്? ഇനി നമ്മളിതിനെ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കിതിൻ്റെ ഷോർട്ട് ഫോം കിട്ടും. അപ്പോൾ നമ്മളെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 1/1 പ്ലസ് വൈ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മളതിനെ 1 പ്ലസ് വൈ ഈക്വൽ ടു യു ആക്കിയെടുക്കും. ഇതിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും? 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഡി വൈൻ്റെത് ഡി വൈ ആണ്, ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. ഓക്കെ, ഡി വൈ ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. അപ്പോൾ 1 പ്ലസ് വൈ എന്താണ്? യു ആണ് അല്ലേ? അപ്പോൾ 1/u ഡി വൈ എന്താണ്? ഈക്വൽ ടു ഡി യു ആണ്. ഡി യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താണ് ഇവിടെ ഉള്ളത്? രണ്ട് ടേംസ് ഉണ്ട്. 1 പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. കുഴപ്പമില്ലല്ലോ, കാരണം നമ്മൾ ആ ഇൻ്റഗ്രേഷൻ രണ്ടിനും സെപ്പറേറ്റ് ആക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. നേരിട്ടും ചെയ്യാം, സെപ്പറേറ്റ് ആക്കുകയും ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് ആക്കി ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, തെറ്റ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഇൻ്റഗ്രൽ 1/u ഡി യു എന്താണ്? ലോഗ് യു ആണ്. ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്താണ്? ഇൻ്റഗ്രൽ 1 ഡി എക്സ് എക്സ് ആണ്. ഇൻ്റഗ്രൽ എക്സ് എന്താണ്? എക്സ് റേസ് ടു n+1/n+1 ആണ്. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിലും 3 ആണെങ്കിലും അത് നമ്മൾ അടിയിൽ എഴുതി പ്ലസ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു 1 അല്ല കിടക്കണത്. അപ്പോൾ എക്സ് റേസ് ടു n+1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് റേസ് ടു 1+1 2 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. സി എന്താണ്? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ യു എന്താണ്? യു നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 1 പ്ലസ് വൈ ആണ്. ലോഗ് 1 പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. y ഡാഷ് ഈക്വൽ ടു ഇ റേസ് ടു 3x മൈനസ് 2y
ഇവിടെ ഈ പവറിൻ്റെ ഇവിടെയാണ് i മൈനസ് വരുന്നത്. പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2y. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എക്സ് റേസ് ടു എ ബി എന്താണ്? എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി ആണ്. അപ്പോൾ അതേ ടേമിലല്ലേ ഇത് ഇവിടെ കിടക്കുന്നത്, അതേ ഫോർമാറ്റിലാണ് ഈ ടേം ഇവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കതിൽ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് എൽ എച്ച് എസും ആർ എച്ച് എസും ആക്കണം ഇല്ലേ? വൈ ഡാഷ് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് എന്ത്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. കാരണം ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്കത് അതേപോലെ എഴുതാം. ഈക്വൽ ടു ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? എക്സ് റേസ് ടു എ ബി എന്താണ്? എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി ആണ്. അപ്പോൾ ഇ റേസ് ടു 3x മൈനസ് 2y എന്താണ്? ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2y പ്ലസ് ബാക്കി നമുക്ക് അതേപോലെ എഴുതി കൊടുക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ ഒരു ടേമും കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് നേരെ പുറത്തെടുക്കാം. ഇ റേസ് ടു മൈനസ് 2y പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ഉള്ളത്? ഇ റേസ് ടു 3x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഡി വൈ ബൈ ഡി എക്സ്. കിട്ടിയില്ലേ? എക്സിനെയും കിട്ടി, വൈനെ സെപ്പറേറ്റ് ആക്കി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ വൈയിലോട്ട് ഇതിനെ കൊണ്ടുവരും, എക്സിനെ ഇങ്ങാടും കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇൻറ്റു ആയിട്ടല്ല കിടക്കണം, അപ്പോൾ ഇവിടെ ഡിവൈഡ് ആയിരിക്കും വന്നത്. അതായത് 1 ഇ റേസ് ടു മൈനസ് 2y ഡി വൈ ഈക്വൽ ടു എന്താണ്? ഡി എക്സിനെ നമ്മൾ ഇങ്ങാടെടുത്ത്. അപ്പോൾ ഈ ടൈം എന്തായിരിക്കും? ഇ റേസ് ടു 3x പ്ലസ് എക്സ് സ്ക്വയർ ആയിരിക്കും ഇവിടെ വന്നത്. നമുക്കറിയാമല്ലേ 1/2 റേസ് ടു മൈനസ് 1 എന്തായിരിക്കും? ഈ മൈനസ് 1 പൊക്കത്ത് വരുമ്പോൾ എന്തായിരിക്കും? +1 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു 2y ഡി വൈ ഈക്വൽ ടു ഇ റേസ് ടു 3x പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടി ഇല്ലേ? ഇതാണെന്ത്? ഇതാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എക്സും വൈയും നമ്മൾ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ആക്കി സെപ്പറേറ്റ് ചെയ്ത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഇൻ്റഗ്രേഷൻ അല്ലേ? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്താണ്? ഓർത്ത് നോക്കാം കേട്ടോ. ഇ റേസ് ടു 2yനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇ റേസ് ടു 2y ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഈ വൈൻ്റെ കൂടെ എന്ത് വാല്യൂ ആണുള്ളത് അതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇ റേസ് ടു 2y ഡിവൈഡഡ് ബൈ വൈൻ്റെ കൂടെ ഉള്ളത് 2 ആണ്. അപ്പോൾ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഇൻ്റഗ്രേഷൻ നമ്മൾ 2നെ 2 ആക്കിയല്ലേ ചെയ്തേ. ഇവിടെ നമുക്ക് നേരിട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു 3x എന്താണ്? ഇ റേസ് ടു 3x തന്നെയാണ്. എക്സിൻ്റെ കൂടെ 3 ആണ്. അത് നമ്മൾ നേരെ ഇവിടെ ഇട്ട് പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്? എക്സ് റേസ് ടു 2 + 1/3. ആ 3 എങ്ങനെ കിട്ടി? 2 + 1. അപ്പോൾ അവർ നേരെ അടി എഴുതി. അങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. ഇ റേസ് ടു 2y/2 ഈക്വൽ ടു ഇ റേസ് ടു 3x പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാത്ത തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഫീഡ്ബാക്കൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫീഡ്ബാക്കൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കൊക്കെ വളരെ ലോ ആണ്. കാരണം പകുതി പേര് പോലും വീഡിയോ മുഴുവൻ കാണുന്നില്ല. കാണുന്ന ആൾക്കാർ കാണുന്നുണ്ട്, അതേപോലെ അവർ നമ്മുടെ ഡിജിറ്റൽ നോട്ടിൻ്റെ ആക്സസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളത് ജിമെയിൽ വഴി കൊടുക്കുന്നുമുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മൊഡ്യൂളിൻ്റെ നോട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്പർ ഞാനിവിടെ എഴുതാം: 9745992684. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ 1 രൂപയെങ്കിലും കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നോട്ട്സിന് നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡിജിറ്റൽ നോട്ട്സ് അല്ലാതെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണമെന്നാണെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു നോട്ട് നമ്മൾ ഡെമോ ആയിട്ട് അയച്ചു തരും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഞാൻ നമ്മൾ വീഡിയോ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായി കാണുന്നവരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.